Hello students, welcome back to Concept Angle Digital Classes. I am NIBIL, faculty in chemistry. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ്, two types of solids, amorphous solids and crystalline solids. Okay, and we gone through the differences between amorphous solids and crystalline solids. So in the differences between amorphous solids and crystalline solids that we discussed in the last class, നമുക്കിവിടെ that is just summarized here. Okay, നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ റെഗുലർ ക്വസ്റ്റ്യൻ ഇൻ ബോർഡ് എക്സാം, വാട്ട് ആർ ദ ഡിഫറൻസസ്. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് എക്സാംസിനും JEE എക്സാംസിനും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് അനൈസോട്രോപ്പി? അത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിസ്റ്റൽ ഷോസ് അനൈസോട്രോപ്പി എന്ന് ചോദിച്ചാൽ ആക്ച്വലി വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിസ്റ്റൽ ഈസ് ക്രിസ്റ്റലൈൻ എന്നാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോളിഡ് ഈസ് ക്രിസ്റ്റലൈൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം പ്രോപ്പർട്ടി, മിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു. ആൻഡ് ലെറ്റ്സ് ലുക്ക് വൺ ബൈ വൺ. ഇതിൽ ഒരു പ്രോപ്പർട്ടി ഒഴികെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഷേപ്പ് അറിയാലോ, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദിസ് ഹാവ് ജിയോമെട്രിക്കൽ ഷേപ്പ്, ദാറ്റ് ഈസ് ഹാവിങ് ഇറഗുലർ ഷേപ്പ്, മെൽറ്റിംഗ് പോയിന്റ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ദിസ് ഈസ് ഹാവിങ് a range of melting point, and except this that we'll discuss heat of fusion. They have sharp heat of fusion, definite heat of fusion. They does not have definite heat of fusion, and this is anisotropic, this is isotropic. These are true solids, these are pseudo solids. They have long range order, amorphous solids have short range order. This all we already discussed. Okay, and what is this property? That is cleavage property. What you mean by cleavage? Cleavage means cutting property. So if you take a crystalline solid, and crystalline solid like NaCl or sugar crystal, that when we cut with a sharp edged tool, that will give smooth surfaces. നമ്മളൊരു ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ വെച്ചിട്ട് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും, സ്മൂത്ത് സർഫസ് ആണ് ഉണ്ടാവുക. നമ്മളൊരു ക്യൂബ് കട്ട് ചെയ്തെടുക്കുകയെന്ന് വിചാരിച്ചോ. സോ ദാറ്റ് ഈസ് കോൾഡ് ക്ലീവേജ് പ്രോപ്പർട്ടി. അപ്പോൾ ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ഗീവ് സ്മൂത്ത് സർഫസസ്. ആൻഡ് ദിസ് ഡസ് നോട്ട് ഹാവ് എ ക്ലീവേജ് പ്രോപ്പർട്ടി. ക്ലീവേജ് പ്രോപ്പർട്ടി ഇല്ല എന്ന് വെച്ചാൽ when we cut an amorphous solid with a sharp edged tool, that will give irregular surfaces എന്ന് വെച്ചാൽ സർഫസിന് ഒരു ഇറഗുലാരിറ്റി ഉണ്ടാവും അതിൻ്റെ മൈക്രോ ലെവലിൽ. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ, ഇഫ് യു കട്ട് എ റബ്ബർ പീസ്, that will give irregular surfaces. Okay, that is cleavage property. അപ്പോൾ നമ്മൾ in short what we will say, crystalline solids have cleavage property. That means that gives smooth surfaces, and this does not shows the cleavage property. That means that gives irregular surfaces when we cut with a sharp edged tool. In this session we will discuss classification of crystalline solids. നമ്മൾ രണ്ട് ടൈപ്പ് സോളിഡ്സ് പഠിച്ചിട്ടുണ്ട് എങ്കിലും the entire chapter is about crystalline solid. നമ്മൾ ഡിഫറൻസ് അവിടെ പഠിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അമോർഫസ് സോളിഡ്സ് ഇല്ല, ക്രിസ്റ്റലൈൻ സോളിഡ്സ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ true solids and the other one is pseudo solids. Then let's look into the classification. What are the types of crystalline solids, or how we can classify a crystalline solid, or what are the basis of classification of crystalline solids? Okay, first of all you just have a look some basics of chemistry that you studied in +1. Okay, I'm taking a molecule that is HCl, hydrogen chloride. You know hydrogen chloride is a covalent molecule. Hydrogen chloride is a covalent molecule. കാരണം ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഓരോ ഇലക്ട്രോണെ ഷെയർ ചെയ്തിട്ടാണ് ഈ ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. സോ വെൻ യു ടേക്ക് എ വെസൽ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് HCl, അവിടെ ഒരു HCl അല്ല ഉണ്ടാവുക, there will be a number of HCl. ഒരു മോൾ ഉണ്ടെങ്കിൽ തന്നെ 6.022 × 10⁻23 HCl മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത് വേറൊരു HCl മോളിക്യൂൾ. ഇത് നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്. തൊട്ടടുത്ത് വേറൊരു HCl മോളിക്യൂൾ. ഓക്കെ, and ഇവിടെ there is an electronegativity difference, so there is a delta minus, here is a delta minus partial charges, and there is an attractive force between this. There is an attractive force, obviously attractive force ഉണ്ടായിരിക്കും, കാരണം എന്താ, ഈ മൈനസും ഈ പ്ലസും തമ്മിൽ. and this is a dipole. Why this is called a dipole? This is called a dipole because it has two poles, a positive pole and a negative pole. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഒരു ഡൈപോൾ തന്നെയാണ്. Okay, and this attractive force between this hydrogen atom and this electronegative chlorine atom is called dipole force of attractions.
dipole force of attractions or dipole force of interactions. Dipole interaction. Dipole force of attraction or dipole interaction എന്ന് പറയും. അപ്പോൾ ഈ മോളിക്യൂളിനകത്ത് HCl is normally a gas, hydrogen chloride. When that is dissolved in water, we'll call hydrochloric acid. അത് വേറെ. In a gaseous state, this is called hydrogen chloride and it's a gas. If we are reducing the temperature and if we are applying the pressure, this will come closer together. And these attractive forces will become stronger. Okay, and if we are again reducing the temperature and increasing the pressure, this will be very closely packed. That means that will come very, very closer, and this attractive force, dipole force of attraction, will come into maximum. In that state, that will be a solid. Okay, that will be at very low temperature and at very high pressure. HCl exists as a solid. Then that solid will be called as. ഇവിടെ എന്താണ്? HCl ഒരു മോളിക്യൂളാണ്. ഓക്കെ, ഈ HCl ഒരു മോളിക്യൂളാണ്. ഇവിടെയുള്ള HCl ഓരോ HCls മോളിക്യൂളാണ്. If one molecule is represented by like this, suppose this is a molecule, this is a molecule, this is a molecule. Okay, and that molecules are held by an attractive force. ഒരു attractive force കൊണ്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ അട്രാക്റ്റീവ് ഫോഴ്സിൽ ഇതിൽ ഓരോന്നും എന്തായിരുന്നു? ഒരു പോളാർ മോളിക്യൂൾസ് ആണ്. ഓരോന്നും പോളാർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ പോളാർ മോളിക്യൂൾ. അപ്പോൾ പോളാർ മോളിക്യൂളിനാണ് ഡൈപോൾസ് ഉണ്ടാവുക. അപ്പോൾ പോളാർ മോളിക്യൂൾസ് ആണ് ഡൈപോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഓരോ മോളിക്യൂളിനെയും ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആയപ്പോൾ അതൊരു സോളിഡായി. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് സോളിഡ് ആണ്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് സോളിഡ് is called the first one, that is molecular solid. That is called molecular solid. Why it is called a molecular solid? Very important point. Constituent particles are molecules. കാരണം എന്താ? One HCl molecule that is held by an, that is generally called van der Waals force. ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താ? dipole force of attraction ആണ്. And this is a molecule. That is a polar molecule. അപ്പോൾ molecule ആണ് constituent particle എങ്കിൽ that is a molecular solid. ഇപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടൈപ്പ് molecular solid ആണ്. And that is called polar molecular solid എന്നാണ് ഇതിൻ്റെ പേര്. Polar molecular solid. So if the question comes like, what do you mean by a polar molecular solid, or what are the types of molecular solid? The first type is polar molecular solid, and a polar molecular solid is formed by polar molecules. The constituent particles are molecules which are held by dipole force of attraction. Okay, dipole force of attraction is a type of van der Waals force of attraction. Hope you remember that you studied in states of matter, class 11. Okay, so that is polar molecular solid. And other examples, what will be the other examples? When you take H2S, hydrogen sulfide is having a structure like this. Here is a delta plus, here is a delta plus, here is a 2 delta minus. This will be having attractive force with the sulfur. This will be having attractive force with the sulfur. This will be having attractive force with the 2 attractive force because 2 partial negative charges hydrogen. So that's also a polar molecular solid. Okay, and normally the properties of polar molecular solid, first type നമ്മൾ explain ചെയ്തു, and the properties. The properties, what are the examples പറഞ്ഞു? What are the properties of polar molecular solid? Polar molecular solids, ഇവിടെ ഒരിക്കലും ഫ്രീ അയോണുകളില്ല. HCl covalently bonded ആണ്. അവിടെ പാർഷ്യൽ ചാർജ് ഉള്ളൂ. There is no free ions, ഫ്രീ ഇലക്ട്രോൺസും ഇല്ല. അതുകൊണ്ട് തന്നെ they are non-conductors of electricity. They are bad conductors. They are non-conductors of electricity. Okay, മാത്രമല്ല ഈ സോളിഡിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അത്ര സ്ട്രോങ് ഒന്നുമല്ല. കാരണം എന്താ? ഇത് നോർമലി ഗ്യാസ് ആണ്. They are normally gases. That is one point. They are normally gases. Okay. അപ്പോൾ നോർമലി ഗ്യാസ് ആണ്. ഇവർ നോൺ കണ്ടക്ടേഴ്സ് ആണ്. Let's summarize.
എന്തൊക്കെയാണ്? Constituent particles are molecules. What type of molecules? Molecules. This generally for molecular solid are polar molecules. Constituent particles are polar molecules. The second point, they are insulators. Insulators. That means they are non-conductors of electricity. And as the force of attraction holding the molecules are very, very weak, so they are soft solids. They are soft solids. Okay, these are the, and they are in the permanent gases. What do you mean by permanent gases? Permanent gases are the substances or the particles which exist in the gaseous, the molecules that exist in the gaseous state at room temperature. For room temperature gas, they are normally gases. Okay, അപ്പോൾ അത്രയും വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് എന്ത് ഇവർ gaseous സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് molecular solid, the first one is polar molecular solid, and the second one, what is second one? ഞാനിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ HCl എക്സാമ്പിളാണ്. ഇൻസ്റ്റെഡ് ഓഫ് HCl, if I am taking HF, the second one, I am taking HF molecule. Cl ന് പകരം ഫ്ലൂറിൻ എടുത്തു. ഫ്ലൂറിനും ക്ലോറിനും ഒരേ ഫാമിലിയാണ്. ഓക്കെ, ബട്ട് ദ സ്പെസിഫിക്കേഷൻ ഈസ് ഫ്ലൂറിൻ ഹാവിങ് എ very high electronegativity. It is the element which is having the most electronegativity in the periodic table. Okay, എന്തായാലും ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ആൻഡ് there is an attractive forces holding this molecule. ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ബട്ട് ഇതും ഒരു ഡൈപോൾ, ഇതൊരു ഡൈപോളാണ്. HF is a dipole, another HF is a dipole force of attraction ആണ്. ബട്ട് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആ ഡൈപോൾ ഫോഴ്സിനേക്കാളും സാധാരണയുള്ള ഡൈപോൾ ഫോഴ്സിനേക്കാളും കുറച്ച് സ്ട്രോങ്ങർ ആണ്. ആൻഡ് യു നോ ദിസ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഈസ് നോട്ട് എ ബോണ്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് കോൾഡ് വാൻഡർവാൾസ് ഫോഴ്സ്. വാൻഡർവാൾസ് ഫോഴ്സിൽ ഒരു ടൈപ്പാണ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇത് ഇന്റർമോളിക്കുലർ ആണ്. ഇൻട്രാമോളിക്കുലർ വേറെ ഉണ്ട്, ഞാനിവിടെ അതിലേക്ക് പോകുന്നില്ല. ഒരു HF മോളിക്യൂളും ഒരു HF മോളിക്യൂളും ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഇൻട്രാ. ഇപ്പോൾ if I am giving a shake hand to the other person, that is inter. If I am holding my hands together, that is intramolecular ഉണ്ട്. ഓർത്തോ നൈട്രോ ഫിനോൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിലും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സോ ദിസ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്, ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ്. HF ഇസ് എ ലിക്വിഡ്. ഓക്കെ, നമ്മൾ നേരത്തെ HCl ഇസ് എ ഗ്യാസ്. ഇത് ലിക്വിഡ് ആവാനുള്ള കാരണം എന്താ? ഇത് പെർമനൻറ്റ്, അതായത് ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കുറച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് ലിറ്റിൽ ബിറ്റ് സ്ട്രോങ്ങർ ദാൻ ദി ഫസ്റ്റ് വൺ. അപ്പോൾ ദിസ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പ് സോളിഡ്സിനെ പറയുന്ന പേര് ഹൈഡ്രജൻ ബോണ്ടഡ്, യു നോട്ട് ദിസ്, മോളിക്കുലാർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. അതിന് ഒരു എക്സാമ്പിളാണ് HF, അതിന് ഒരു എക്സാമ്പിളാണ് H2O, അതിന് ഒരു എക്സാമ്പിളാണ് എന്ത്? CH3COH, അസറ്റിക് ആസിഡ്. ഇതിലൊക്കെ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വാട്ടർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. വാട്ടർ is a liquid that can be, when it is solidified, that will become ice. So that is called a hydrogen bonded molecular solid. These are also soft but harder than polar molecular solid. Soft ആണ്, പക്ഷേ harder than polar molecular solid ആണ്. ഇവിടെയും എന്തില്ല? ഫ്രീ അയോൺസ് ഇല്ല. So they are also non conductors of electricity. Okay, and the constituent particles are polar molecules itself, but they form hydrogen bond. Okay, and one important point, we discussed two types of molecular solids, that is polar molecular solid and hydrogen bonded molecular solid. Adile I am taking an example that is NH3. Actually, what is hydrogen bond? Hydrogen bond is the attractive force between fluorine, oxygen and nitrogen with hydrogen atom. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹൈഡ്രജൻ ആറ്റവുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ നോർമലി ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ വിത്ത് ഹൈഡ്രജൻ, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, അപ്പോൾ NH3 എന്ന് പറയുമ്പോൾ ആക്ച്വലി നൈട്രജന് 3 ബോണ്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ മൈനസ് ഉണ്ട്,
ഇവിടെ 3 ഡെൽറ്റ മൈനസ് ഉണ്ട്, ഇവിടെ ഡെൽറ്റ പ്ലസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന മോളിക്യൂളാണ്. ഇതിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ശരിയാണ്, ഹൈഡ്രജൻ ബോണ്ട് ഈസ് പ്രസൻറ്റ്. കറക്റ്റ് ഓൺലി. ഹൈഡ്രജൻ ബോണ്ട് ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബട്ട് ദിസ് ഈസ് നോട്ട് എ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ദിസ് ഈസ് ഓൺലി എ polar molecular solid. Very important point and an exception also. Polar molecular solid. You know, chemistry always includes so many exceptions. Chemistry is a study of exception. Okay, ഒരുപാട് എക്സെപ്ഷൻസ് ആണ് കൂടുതൽ പഠിക്കാനുള്ളത്. സോ പോളാർ മോളിക്കുലർ സോളിഡ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടും പോളാർ മോളിക്യൂൾസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. NH3 is a permanent gas at room temperature. അമോണിയ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ഒരു പെർമനൻറ്റ് ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസ് റൂം ടെമ്പറേച്ചറിനകത്ത് എന്താണ്, ലിക്വിഡ്സ് ആണ്. അപ്പോൾ ഇത് ഒരു പെർമനൻറ്റ് ഗ്യാസ് ആയതുകൊണ്ട് ദേ ആർ, വാട്ട് ഈസ് ദ പോയിന്റ്? ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്തിൽ തന്നെയാണ്, പോളാർ മോളിക്കുലർ സോളിഡ്സിലാണ്. As this is a permanent gas at room temperature. So what is the point? NH3 is a hydrogen bonded molecule. Actually NH3 have hydrogen bonds, but that is not a hydrogen bonded molecule. That is only a polar molecule. Appo polar molecule examples you can add NH3 also. Okay, so the two types is over, and the third type of molecular solid is ini oru attractive force study avada baaki undallo. What is that? ഞാൻ ഒരു ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുകയാണ്, H2 ഗ്യാസ്. How an H2 gas is formed? H single bond H. Okay, അവിടെ another H single bond H. Hydrogen is a gas at room temperature നിങ്ങൾക്ക് അറിയാം. H single bond H. ഇവിടെ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് ഒന്നുമില്ല. വാട്ട് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾഡിംഗ്? ദിസ് ഇസ് എ നോൺ പോളാർ മോളിക്യൂൾ. പൊളാരിറ്റി ഇല്ല, നോൺ പോളാർ ആണ്. നോൺ പോളാർ മോളിക്യൂൾ. ഇവർ ഗ്യാസ് ആണ്, ഇവരെ ലിക്വിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറും എക്സ്ട്രീംലി ഹൈ പ്രഷറും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലിക്വിഫൈഡ്. യു നോ ലിക്വിഡ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽസ്. ഓക്കെ, ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് ഹൈഡ്രജൻ ഉണ്ടാവണമെങ്കിൽ ഇവർ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ആൻഡ് ദാറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ എ സയൻറ്റിസ്റ്റ്. ഹിസ് നെയിം ഈസ് Fritz London. And that was called London force. It has another name, dispersion force. +1 topic ആണ്. അപ്പോൾ ഇവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. ബോത്ത് ആർ സെയിം, ദ ടു നെയിംസ് ആർ ഓൺലി. സോ ലണ്ടൻ ഫോഴ്സ്, ഡിസ്പേർഷൻ ഫോഴ്സ്. അപ്പോൾ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ, ഇപ്പം N2 എടുത്താൽ അങ്ങനെ തന്നെയാണ്. N ട്രിപ്പിൾ ബോണ്ട് N, that is attracted with N triple bond N. Liquid nitrogen ഉണ്ട്. Liquid nitrogen is a cryogenic agent. Liquid nitrogen ഉണ്ട്. So ആ അട്രാക്റ്റീവ് ഫോഴ്സോട് കൂടി ഡെവലപ്പ് ആയിട്ട് അതൊരു സോളിഡ് ആയിട്ടുണ്ടെങ്കിൽ അറ്റ് lower temperature and very high pressure, that is called that is the third type, that is non-polar molecular solid. Example ഏതൊക്കെയാ? എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. എക്സാമ്പിൾ പെർമനൻറ്റ് ഗ്യാസസ് ലൈക്ക് H2, N2. ഓക്കെ, പിന്നെ നോബിൾ ഗ്യാസസ്, ഹീലിയം, അതേപോലെ നിയോൺ. ഇതൊക്കെ എന്താണ്? നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ആണ്. ഇവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് വീക്കസ്റ്റ് എന്ന് പറയുന്നത്. വാൻഡർവാൾസ് ഫോഴ്സിലെ വീക്കസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഡിസ്പേർഷൻ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുവിധം ടെമ്പറേച്ചർ വരെ, ലോ ടെമ്പറേച്ചർ വരെ, ഹൈ പ്രഷർ വരെ ഗ്യാസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. O2 ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ. O2 ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതേപോലെ എന്താണ് X2 ഹാലജൻസ്, ഇതും എക്സാമ്പിൾസ് ആണ്. ഇവർ വെരി സോഫ്റ്റ് സോളിഡ്സ് ആണ്. അപ്പോൾ മോളിക്കുലർ സോളിഡ്സിലെ ഏറ്റവും സോഫ്റ്റ് എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ആണ്. അതിനേക്കാൾ കുറച്ചുകൂടി ഹാർഡറാണ് പോളാർ മോളിക്കുലർ സോളിഡ്. അതിനേക്കാളും ഹാർഡറാണ് ഏത്? ഹൈഡ്രജൻ ബോണ്ട്. യു നോ ഐസ് ഈസ് ഹാർഡ്.
ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഓർഡറും അങ്ങനെ തന്നെയാണ്. നോൺ പോളാർ ലെസ് ദാൻ ഹൈഡ്രജൻ ബോണ്ടഡ്. ആൻഡ് സോ ദാറ്റ് ഈസ് 3 ടൈപ്സ് ഓഫ് മോളിക്കുലർ സോളിഡ്. ഇതിൽ മോളിക്കുലർ സോളിഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ കാറ്റഗറി ആയിട്ട് ഇവർ 3 പേരെയും പറയുമ്പോൾ ഇവരെ തമ്മിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വാൻഡർവാൾസ് ഫോഴ്സ് ആണ്. അവിടെ 3 ടൈപ്പ് വാൻഡർവാൾസ് ഫോഴ്സസുകൾ വരും. മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. സോ we are moving to the second type of crystalline solid. First type of crystalline solid കഴിഞ്ഞു, that is molecular solid, and we explained. At the end of this session, we'll summarize all the properties. Okay, don't worry. We'll summarize all the properties in a column. Okay, so you will get a single snap of all the properties in. Okay. Next, we are moving to the next type of solid, that is called ionic solids. Ionic solids. ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇഫ് ഐ എം ടേക്കിങ് NaCl, HCl പകരം ഞാൻ NaCl എടുക്കുകയാണ്. അപ്പോൾ അടുത്തത് NaCl, ലാർജ് നമ്പർ ഓഫ് NaCl, 3 ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. യു നോ NaCl is an ionic compound. Sodium having atomic number 11, the electronic configuration is 1s2, 2s2, 2p6, 3s1. Okay, and chlorine atomic number 17, after the configuration of neon, 1s2, 2s2, 2p6, 3s2, 3p5. So one electron is donating to here and this is becoming Na plus, and this is accepted, one electron becoming Cl minus, and the attractive force between Na plus and Cl minus is called ionic bond. Chemical bonding il പഠിച്ചിട്ടുണ്ട് ionic bond. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, നോട്ട് പാർഷ്യൽ, കംപ്ലീറ്റ്ലി പ്ലസ്സും മൈനസും ഉണ്ട്. അപ്പോൾ ഈ പ്ലസ്സും മൈനസും ഉള്ളപ്പോൾ നിങ്ങൾ ഈ Na പ്ലസും Cl മൈനസും ബോണ്ടുണ്ട്. അപ്പോൾ ഈ Na പ്ലസും Cl മൈനസോ ഒന്നുമില്ല, പക്ഷെ അവർ അടുത്തടുത്താണ്. സോ ദേ ആർ അട്രാക്റ്റഡ് വെരി വെരി സ്ട്രോങ്ലി. They are very closely packed in actual structure. That we'll discuss in close packed structures. Okay, അത് അടുത്ത സെഷനുകളിൽ വരും. അപ്പോൾ Na പ്ലസും Cl മൈനസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൽ ഈ Cl മൈനസും Na പ്ലസും തമ്മിൽ വെരി ക്ലോസ്ലി പാക്ഡ് ആണ്. ഇതേപോലെ ലീനിയർ ഒന്നുമല്ല. ഒരു Na പ്ലസിന് ചുറ്റും 6 Cl മൈനസ് വരും, ഒരു Cl മൈനസിന് ചുറ്റും 6 Na പ്ലസ് ഒക്കെ വരും. അത് വേറെ ടോപ്പിക്കാണ്, അതവിടെ വിട്. വാട്ട് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ്? ഇപ്പോൾ ഒരു അയോണിക് സോളിഡും ഈ ഒരു അയോണിക് സോളിഡും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇൻ റിസൾട്ടിലുള്ളത്. അല്ലെങ്കിൽ ഈ അയോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ അയോൺസ് ആണ്, അയോണുകളാണ്. കാറ്റയോണോ ആനയോണുകളോ ആണ്. ദിസ് ഇസ് ആൻ അയോണിക് മോളിക്യൂൾ. ഓക്കെ, നേരത്തെ കൊവാലൻ മോളിക്കുലാർ സോളിഡ്സ് എന്നാണ് പറഞ്ഞത്. ഇതും ഒരു അയോണിക് മോളിക്യൂളാണ്. സോ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്, അല്ലെങ്കിൽ എന്താണ്, അയോണിക് മോളിക്യൂൾസ്. അയോണിക് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് കോൾഡ് ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഓർ കുളുംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ കുളുംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ വെരി സ്ട്രോങ് ആണ്, കാരണം ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജും കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ NaCl ഇറ്റ്സ് എ സോളിഡ്. നിങ്ങൾക്ക് അറിയാലോ, കറി സാൾട്ട് ഓർ ടേബിൾ സാൾട്ട് എന്ന് പറയുന്ന ഇത് ഒരു പെർമനൻറ്റ് സോളിഡാണ്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്താൽ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 1000 കെൽവിൻ്റെ മേലേക്ക് പോകും. അപ്പോൾ അത്രയും ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. മറ്റവർക്കൊക്കെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ കുറവാണ്. അതുകൊണ്ടാണല്ലോ അവർ പെർമനൻറ്റ് ഗ്യാസസും ലിക്വിഡ്സും ഒക്കെ ആയിട്ട് നിന്നത്. ഓക്കെ, അപ്പോൾ വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്, ഹാർഡാണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദെയർ കണ്ടക്ടിവിറ്റി? അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ അയോണുകളുണ്ട് സോളിഡ് സ്റ്റേറ്റിൽ. ഈ അയോണുകൾ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് വാട്ട് ഈസ് ദ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദിസ്. ഓക്കെ, ആക്ച്വൽ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മളൊരു Na പ്ലസ് മോളിക്യൂൾ എടുത്താൽ ഒരു Cl മൈനസ്, ഇങ്ങനെ അത് ഉണ്ടാവുക. Na പ്ലസ് Cl മൈനസ്
Cl മൈനസ് Na പ്ലസ് Cl മൈനസ് Na പ്ലസ് ഓരോ ഇവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യൂ കണ്ടിന്യൂ ലൈക്ക് ദിറ്റ്സ് Na പ്ലസ് Cl മൈനസ് Na പ്ലസ് Cl മൈനസ് അപ്പോൾ വെരി സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇതിൻ്റെ ഇടയിലുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഓരോന്നും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ അയോൺസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അയോണുകളുണ്ട് പക്ഷെ ഫ്രീ ഇല്ല അതുകൊണ്ട് ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ലൈക്ക് മോളിക്കുലർ സോളിഡ് they are non-conductors of electricity they are non-conductors of electricity in the solid state that should be mentioned in the solid state ഇവരെയാണ് നമ്മൾ NaCl എന്ന് പറഞ്ഞ് എഴുതുന്നത് നമ്മൾ ഇവരെ എന്ത് ചെയ്യാണ് മെൽറ്റ് ചെയ്യണം ഹൈ ടെമ്പറേച്ചറൊക്കെ കൊടുത്ത് മെൽറ്റ് ചെയ്യുമ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സുകൾ വീക്കാവാൻ തുടങ്ങും ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ ബിക്കം വീക്കർ അങ്ങനെ വീക്കർ ആകുമ്പോൾ അവിടെ കുറച്ച് ഫ്രീ അയോണുകൾ ഫോം ചെയ്യും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും മൊബിലിറ്റി കിട്ടും അങ്ങനെ മൊബിലിറ്റി കിട്ടുമ്പോൾ അവർ ചെറുതായിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും സോ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി in molten state. What is molten state? Melted state or melt form. Melted state or melt form, that is called molten state. And if we are dissolving this in NaCl solid in water, that will become Na plus aqueous. Na plus aqueous plus Cl minus aqueous. അവിടെയും ഫ്രീ അയോണുകൾ ഫോം ചെയ്തിട്ടുണ്ട്. That is called ionization or dissociation that we all studied in chapter equilibrium class 11. Okay, so ഇവിടെയും ഇവർ കണ്ടക്ട് ചെയ്യും. So they conduct electricity in molten state and in aqueous solution. Aqueous solution. അപ്പോൾ ഒരു question, there is a solid A. Question ആണ്. There is a solid A which are non-conductors of electricity in the solid state, but they conduct electricity in the molten state and in aqueous solution. Identify the solid. അപ്പോൾ ഓപ്ഷൻ the solid is a molecular solid. Option B, the solid is a metallic solid. Option C, the solid is a ionic solid. And option D, none. അപ്പോൾ ഏതായിരിക്കും the solid is an ionic solid because ionic solid are non-conductors of electricity in the solid state but conduct electricity in the molten state and in aqueous solution. That is a specific property of this. And what is the other properties? They are very hard. They have high melting point. And the common property that is similar to our molecular solid is ഇവിടെ മോളിക്യൂൾ തന്നെയാണ് ഇത് മോളിക്യൂൾ തന്നെയാണ് പക്ഷേ ഇവിടെ അയോണിക് മോളിക്യൂൾസ് ആണ് ഓക്കെ അതുകൊണ്ട് ഇത് വേറൊരു കാറ്റഗറിയാണ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് അയോണിക് സോളിഡ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ അയോൺസ് ആണെന്ന് പറയാം അയോണിക് മോളിക്യൂൾസ് ആണെന്ന് പറയാം പക്ഷേ മോളിക്കുലർ സോളിഡ് കാറ്റഗറിയിലുള്ളത് കൊവാലന്റ് മോളിക്യൂൾസ് ആണ് ഇവിടെയുള്ളത് എന്താണ് ionic molecules ആണ് so this is another category and the properties are also different so that's about ionic solids. What are the example already പറഞ്ഞു ഒന്ന് NaCl, other one KCl, other one ZnS, other one magnesium oxide. ഇതെല്ലാം ionic solids ആണ് and we'll move to the next type. They are metallic solids. Metallic means metals. All metals are solids except mercury at room temperature. Mercury is a liquid at room temperature. അതിനെ നമുക്ക് എന്ത് ചെയ്യാം സോളിഡ് ആക്കി മാറ്റാം അപ്പം മെർക്കുറിയും മെറ്റാലിക് സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം ബട്ട് ഇറ്റ്സ് നോട്ട് എ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് മാത്രം ഓർക്കാം അപ്പോൾ മെറ്റാലിക് സോളിഡ് ഇവിടെ എന്തായിരിക്കും മെറ്റൽ ആറ്റംസ് if you are taking an iron Fe solid, there will be number of Fe atoms. Okay. അപ്പോൾ അങ്ങനെ ഒരു Fe ആറ്റങ്ങൾ തമ്മിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത മെറ്റൽസിനകത്ത് ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് ഡിഫറെൻറ്റ് മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇവിടെ Feക്കകത്ത് Fe2+ അയോൺസ് ഉണ്ടാവും ആ Fe2+ അയോൺസിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും അപ്പോൾ അത് Fe ആയിട്ട് വരും അപ്പോൾ ഒരു മെറ്റാലിക് സോളിഡിൽ ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടായിരിക്കും ഒരു പോസിറ്റീവ് അയോൺ അപ്പോൾ ഒരു Fe ഒരു A+ എന്ന് പറയുന്ന ഒരു സോളിഡ് മെറ്റൽ ആണെങ്കിൽ അതിനകത്ത് A+, അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇലക്ട്രോൺ അപ്പോൾ എന്ത് ചെയ്യാണ് ഇവിടെ ഒരുപാട് A+കളുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ പ്ലസ് ചാർജുള്ള അയോണുകൾ തമ്മിൽ എന്തുണ്ട് ഇവിടെ
ഒരു ക്ലസ്റ്റർ പോലെ നിൽക്കുന്നുണ്ട്. പ്ലസ് ചാർജ്. ഇതൊക്കെ മെറ്റൽ അയോണുകളാണ്. ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഈസ് ഡിഫറെൻറ്റ്. ആൻഡ് ഇവിടെയൊക്കെ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അതിൻ്റെ ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത ദേ ആർ ഫ്രീ. ദേ ആർ ഡീലോക്കലൈസ്ഡ് ത്രൂ ഔട്ട് ദ സോളിഡ്. ഓക്കെ, അവർ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മെറ്റാലിക് സോളിഡ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ട്. അവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് ഇങ്ങനെ പല ഡയറക്ഷനിലും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനൊരു സ്പെസിഫിക് പൊസിഷൻ ഒന്നുമില്ല. ദേ ആർ മൂവിങ് ഫ്രീലി ത്രൂ ഔട്ട് ദ മെറ്റൽ. ഓക്കെ, ഒരു റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഫലത്തിൽ? ദർ ഈസ് എ പോസിറ്റീവ് സെൻറ്റർ. ഓക്കെ, അവിടെ ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ട്. ആ പോസിറ്റീവ് സെൻറ്ററിന് ചുറ്റും എന്താണ്? ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. ആക്ച്വൽ മെറ്റാലിക് സ്ട്രക്ചർ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക. ദിസ് ഈസ് എ സീ ഓഫ് ഇലക്ട്രോൺ. ഒരു സീ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതെന്താ? സീയിലെ ഐലൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറയാറുണ്ട്, സീ ഐലൻഡ് സ്ട്രക്ചർ എന്ന് പറയാറുണ്ട്. സീ ഐലൻഡ് സ്ട്രക്ചർ. അതിലെ ഐലൻഡ് എന്താണ്? പോസിറ്റീവ് അയോൺസ് ആണ്. എല്ലാ പോസിറ്റീവ് അയോൺസും. ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി ലൈക്ക് ദിസ്. ദിസ് ഈസ് ഓൾസോ കോൾഡ്, ദിസ് പോസിറ്റീവ് സെൻറ്റർ ഈസ് ഓൾസോ കോൾഡ് എ കേർണൽ. കേർണൽ എന്ന് പറയും. സോ ദർ ഇസ് എ കേർണൽ ആൻഡ് എ സീ ഓഫ് ഇലക്ട്രോൺ സറൗണ്ടിങ് ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽ. ആൻഡ് ദിസ് ഈസ് കോൾഡ് സീ ഐലൻഡ് സ്ട്രക്ചർ. നമുക്ക് മെറ്റാലിക് ബോണ്ടൊന്നും കൂടുതലായിട്ട് പഠിക്കാമല്ല. ആൻഡ് വാട്ട് വി ഹാവ് ടു സ്റ്റഡി, നമ്മളിവിടെ പഠിക്കേണ്ടത് ഇവിടെ മെറ്റൽ അയോൺ ഓർ മെറ്റൽ ആറ്റം. മെറ്റൽ ആറ്റം ഓർ മെറ്റൽ, ആക്ച്വലി ഇത് ആറ്റമാണ്, കാരണം ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു ആറ്റമായി. അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്, ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റാലിക് ബോണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, എന്താണ് മെറ്റാലിക് സോളിഡ്? ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക്സ് പറഞ്ഞതാണ്. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ബേസിക്സ് പറഞ്ഞതാണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ എ മെറ്റാലിക് സോളിഡ് എന്ന് ചോദിച്ചാൽ, ദ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ആർ the constituent particles are atoms. What atom? Metal atoms. Atoms ആണ്. അത് metal atoms ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. The constituent particles are metal atom and they are held by, what is the force of attraction? Held by strong metallic bond. സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. അവരെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ടാണ്, ജസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമല്ല. സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. അതുകൊണ്ട് ജനറലി ഇവർ വെരി ഹാർഡായിരിക്കും. അപ്പോൾ കോമൺ പ്രോപ്പർട്ടി ആയിട്ട് എന്ത് പറയാം നമുക്ക്? വെരി ഹാർഡ്, എക്സ്ട്രീംലി ഹൈലി ഹാർഡാണ്. എന്നാൽ സോഫ്റ്റ് മെറ്റൽസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കണ്ടക്ടേഴ്സ്, ജനറൽ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. Heat and electricity in the solid state, also in the molten state. Solid stateലും ഇവരെന്താണ്? ഈ ഇലക്ട്രോണെ കണ്ടക്ട് ചെയ്യും. കാരണം എന്താ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. കാരണം എന്താ? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ കേർണൽ സ്ട്രക്ചറിൽ സി ഓഫ് ഇലക്ട്രോൺ ഈസ് ഡീലോക്കലൈസ്ഡ് ത്രൂ ഔട്ട് ദ സോളിഡ് ക്രിസ്റ്റൽ. സോ ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി or heat and electricity due to the presence of free electron. ഈ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഷൈനിങ് പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഷൈനിങ് പ്രോപ്പർട്ടി ഈസ് കോൾഡ്? എന്താ അതിന് പറയുക നമ്മൾ? ദാറ്റ് ഈസ് ലെസ്ചറസ്. പിന്നെ ഇവർ ഹാർഡാണ് എന്ന് പറയുമ്പോഴും ദേ ആർ ഹാർഡ് ബട്ട് മാലിയബിൾ. വി ക്യാൻ മേക്ക് ദിസ് ഇൻ ടു ഷീറ്റ്സ്. അടിച്ച് പരത്താൻ പറ്റും. ആൻഡ് ഡക്റ്റൈൽ, ഡ്രോൺ ഇൻ ടു വയേഴ്സ്. ഇതെല്ലാം ലോവർ ക്ലാസ്സസിൽ പഠിച്ചതാണ്, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസിൽ പഠിച്ചതാണ്. ദേ ആർ ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെറ്റാലിക് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ. നമ്മൾ അയോണിക് സോളിഡ്സിൻ്റെ പറഞ്ഞപ്പോൾ അവരും എന്തായിരുന്നു? ഹാർഡായിരുന്നു. അവർ ഹാർഡാണ്. ദേ ആർ ഓൾസോ ഹാർഡ് ബട്ട് ബ്രിട്ടിലാണ്. അതുകൂടി അവിടെ നോട്ട് ചെയ്യുക. അയോണിക് സോളിഡ്സ് ആണ് നമ്മൾ ലാസ്റ്റ് സമ്മറൈസ് ചെയ്യുക. അതുകൊണ്ട് നോ വെറീസ്. ദേ ആർ ഹാർഡ് ബട്ട് ബ്രിട്ടിൽ. എന്താ ബ്രിട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഗ്ലാസ് ഈസ് ആൻ അമോർഫസ് സോളിഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഗ്ലാസ് ഈസ് ഹാർഡ് പക്ഷെ താഴെട്ടാൽ പൊട്ടും. അപ്പോൾ അത് ബ്രിട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് മെറ്റാലിക് സോളിഡ്സ്. തേർഡ് വൺ,
What was third one? Third one was metallic solid. Metallic solid. And the fourth one is covalent solids. There is again a chance of confusion. Molecular solid like HCl, HF, H2O, all are covalent. All are covalent. But they are not called covalent molecules. They are not called covalent molecular solid. So, molecular solid and covalent solid are different. When you take a diamond, example diamond. In diamond is an allotrope of carbon. One carbon atom is bonded to 4 other carbon atoms. That is again bonded to 4 other carbon atoms. It's having a network structure. So diamond is an example of covalent solid. Why this is called a covalent solid? Why this is not a covalent solid? This is called a covalent solid because a carbon atom, not carbon molecule, a carbon atom is attracted to other carbon atom by covalent bond. Carbon atom is the constituent particle that is bonded to other carbon atom by covalent bonds, strong covalent bonds. But when you take HCl, HCl is the constituent particle that again bonded to another HCl, and the force of attraction. And the force of attraction is not a covalent bond. Obviously there is a covalent bond between H and Cl that is not responsible for the formation of solid. What is the responsible? Which force of attraction makes the solid? Which is holding the molecules together? Ingana molecule ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ? അത് ലണ്ടൻ ഫോഴ്സ്, ഡിസ്പേർഷൻ ഫോഴ്സ്, ഓർ ഡൈപോൾ ഇൻട്രാക്ഷൻ ഓർ ഹൈഡ്രോജൻ ബോണ്ട്, വാൻഡർവാൾസ് ഫോഴ്സസ് ആണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഈസ് എൻ ആറ്റം. ഒരേ റെപ്രസെൻറ്റേഷൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഈസ് എൻ ആറ്റം. അതിനെ തമ്മിൽ ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ കോവാലന്റ് ബോണ്ട്. സോ ഇറ്റ്സ് കോൾഡ് കോവാലന്റ് മോളിക്കുലർ സോളിഡ്. സോ one of the example we already discussed, that is diamond, and the second one is graphite. And third one is silicon carbide. It is also called carborundum. And the fourth one is aluminum nitride. These are examples of covalent solids, and covalent solids are normally harder. Diamond is one of the hardest material in the universe. Normally harder. Silicon carbide also and aluminum nitride also resembles the structure of diamond. The atoms are different, that's it. But graphite is an exception. That is due to the close packing, and that is due to the difference in bonding between graphite and diamond. So graphite, diamond is strong, silicon carbide is strong, aluminum nitride is strong. They all are, there is no free electrons, there are no free ions. So they are non-conductors of heat and electricity. They are hard, high melting point. They have high melting point. But the exception, graphite is soft. Let's look into the structure. Graphite is soft. Graphite is having low melting point than the other examples, than the other covalent solids. And also they conduct electricity. Graphite conduct electricity. Why graphite conduct electricity? Why graphite is soft? That is different from other covalent solid. Let's have a look. Okay, this is the structure. Let's zoom here. This is the structure of graphite and diamond. These are the two allotropes of carbon. You just look. Okay, you just look here. When you take this carbon atom that is bonded to here, that is bonded to 4 other carbon atoms. That means the valency of carbon is 4. There are no free electrons, and they are very closely packed, and that is one of the hardest material in the universe, having high melting point, non-conductors of electricity, no free electrons, no free ions. All the carbon atoms are involved in bonding. So that is very closely packed, and that is very harder, having high melting point and non-conductor of electricity properties. Okay,
And this graphite, the constituent particle is again carbon atom, just like our diamond, the carbon atom. Here, if you take this carbon atom, that is bonded to 1, 2, 3. 1, 2, 3. And maybe a doubt comes, why this is 2? Because this is not ending here. This is the bond. Okay, so one carbon atom is bonded to the 3 other carbon atoms. That means the valency of carbon is 4. So there is a free electron. On each carbon atom, there is a free electron. That is delocalized between the layers. This is having a layered structure too. This is a layer, this is another layer, this is another layer. They are held by van der Waals force of attraction. The van der Waals force of attraction. It is a weaker force of attraction. So, as it is a weaker force of attraction, one layer can slip over the other. One layer can slip over the other. As one layer can slip over the other, it can be used as a solid lubricant. So, if a question comes, why graphite act as a, or why graphite, excuse me, used as a solid lubricant, the answer is one layer, as one layer can slip over the other, that is the reason why it can be used as a solid lubricant. A lubrication property is there by slipping one layer over the other. And there is free electron. As there is free electron, that is delocalized throughout the layers of graphite, it's a conductor of electricity. And the force of attraction holding, here all are covalent bond, the force of attraction is weak, they are softer too. Okay, so all covalent solids are also called, it's a covalent solid, it's also called network solids, the other name, because they have a network structure, that is the other name. And these are very large molecules, Jan molecules. They are large molecules. What was the first one? They are called covalent solids. Why they are called covalent solids? They are called covalent solids because this bond is covalent. And what are the constituent particle? Carbon atom. Just stress on this, carbon atom. So constituent particle is carbon atom. Okay. So we discussed all the types of crystalline solids. The first one was molecular solid. 3 types of molecular solid: polar molecular solid, non-polar molecular solid, and hydrogen bonded molecular solid that depends on the force of attraction holding the constituent molecules. Constituent molecules are the constituent particles, and the examples. Ionic solids, strong electrostatic force of attraction between the ionic molecules. Metallic solids, atoms are the constituent particle, they are held by strong metallic bonds. And covalent solids, the atoms, here also the constituent particle is atom, they are held by strong covalent bonds. Let's summarize all about the different types of crystalline solids. Just have a look. This is all we discussed. This is just a summary. Types of solid: molecular solid, ionic solid, metallic solid, covalent or network solid. It's also called Jan molecules. Different types of non-polar, polar, hydrogen bonded. Constituent particles, molecules like molecules like HCl, non-polar molecular solid, molecules like H2, N2, CO2, etc. Hydrogen bonded molecular solid, HF, H2O, etc. Okay, the bonding attractive force. So the constituent particles are molecules. Bonding attractive force, dispersion or London force. For polar, it is dipole force of attraction. And hydrogen bonded, that is hydrogen bonding. And the examples: physical nature, soft to soft, harder. But this is little harder than the first one. And the electrical character, electrical conductivity, they are insulator, non-conductors, insulator, melting point, very low. Okay, all the properties are given. Ionic solid, ions are the constituent particles. Coulombic or electrostatic force of attraction, the examples: hard but brittle. What is the brittle nature? Brittle nature means like a glass. Glass, we glass it harder, but break. So that is called a brittle character. Brittle character, so hard but brittle. Insulators in the solid state, we discussed about conductors in the molten state and in aqueous solution. Melting point is very high.
നമ്മുടെ NaCl ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് 1000 കെൽവിൻ്റെ മേലെയാണ് വരുന്നത്. മെറ്റാലിക് സോളിഡ് പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. പോസിറ്റീവ് അയോൺസ് വി ഡിസ്കസ്ഡ്. മെറ്റാലിക് ബോണ്ടിങ് എക്സാമ്പിൾസ് ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. വട്ട് ഈസ് മാലിയബിലിറ്റി? ദാറ്റ് ഈസ് മേക്ക് ഇൻ ടു ഷീറ്റ്സ്. ഡക്റ്റിലിറ്റി മീൻസ് ഡ്രോൺ ഇൻ ടു വയേഴ്സ്. വലിച്ചു നീട്ടാൻ പറ്റും, അടിച്ച് പരത്താനും പറ്റും. ആൻഡ് കണ്ടക്ടേഴ്സ് in the solid state and in the molten state. It is very, very high. Melting point is very, very high. Exceptions are there. Covalent or network solid, the constituent particles are atoms. Here also atoms. And covalent bonding, here metallic bonding. SiO2 is an example. SiO2 quartz is an example. Silicon carbide is an example. Carbon, diamond is an example. Aluminum nitride is an example. And graphite is an example. And they are soft, they are they are insulated. This is hard except graphite. Graphite is soft. All are insulators except graphite. Graphite is always an exception. Already പറഞ്ഞതാണ്. And the melting point is very, very high. Okay, that's all about today's session, and we'll continue in the next session with crystal lattice, unit cells, different types of packing, etc. etc. Okay, study well, prepare well, and make your notes and make the screenshots. Okay, all the best. Thank you.